ഹായ്, പ്രിയരാജ് സംവിധാനം ചെയ്ത റേഡിയോ സിനിമ എയ്ഡൻ. ലാലേട്ടനാണ് ഈ സിനിമയിലെ ഹീറോ. നല്ല രസകരമായിട്ടുള്ളൊരു ചെറിയ മൂവി കേട്ടോ. അതായത് നമ്മൾ പണ്ട് ഈ റേഡിയോയിൽ ചലച്ചിത്ര ശബ്ദരേഖകളും കേൾക്കൂലേ, അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റിൽ ചെയ്ത് വെച്ചിട്ടുള്ളൊരു സിനിമയാണിത്. ക്ലബ് എഫ്എമ്മിൻ്റെ യൂട്യൂബ് ചാനലാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. പോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയാണിത്. പണ്ട് കാലത്ത് ഈ റേഡിയോയിലൊക്കെ ചലച്ചിത്ര ശബ്ദരേഖ കേട്ടിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ എൻ്റെ എല്ലാം ജനറേഷൻ, അതായത് 90s ഏറ്റവും അവസാനമുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാകും. 2000-ന് ശേഷമുള്ള ആൾക്കാർ അധികം കേട്ടിട്ടുണ്ടാവില്ല. നമ്മളെല്ലാം ചെറുപ്പകാലത്ത്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ റേഡിയോയിൽ ഒരുപാട് ഈ ചലച്ചിത്ര ശബ്ദരേഖകളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. ഈ മറവത്തൂർ കനവ്, അതുപോലെ തന്നെ ദേവാസുരം, ഏറ്റവും അവസാനം 2007 മറ്റോ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയുടെ ശബ്ദരേഖയാണ് ഞാൻ കേട്ടത്. അതിനുശേഷം പിന്നെ അതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് ഏകദേശം അതേ ഒരു ഫീലിൽ കേട്ടിരിക്കാൻ വേണ്ടി പറ്റി ഈ സിനിമ കേട്ട സമയത്ത്. വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്. കേൾക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ, കാണാനൊന്നും പറ്റില്ല. അതായത് ആനിമേഷനോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കേട്ടുകൊണ്ട് പോകാം. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ ഈ സിനിമയുടെ എല്ലാ ഇമോഷനും സൗണ്ടിൽ കൂടിയാണ് വരുന്നത്. നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റില്ല, വിഷ്വൽ സ്റ്റോറി അല്ലല്ലോ. അതുകൊണ്ട് മൊത്തം സൗണ്ട് മോഡുലേഷനിൽ കൂടിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ലാലേട്ടൻ്റെ സൗണ്ട് മോഡുലേഷൻ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ മാത്രമല്ല, പിന്നെ സുരേഷ് കൃഷ്ണയുണ്ട്, സുനിൽ സുഗതയുണ്ട്, അതുപോലെ തന്നെ സുധീർ കരമന, രാജേഷ് ശർമ്മ, അതുപോലെ തന്നെ നമ്മുടെ മിമിക്രി വോയിസ് ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ ഒരു 2-3 കൂടുതൽ സൗണ്ടിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല ഗംഭീരമായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ലാലേട്ടൻ്റെ സൗണ്ട് മോഡുലേഷനൊക്കെ ഗംഭീരമാണ് കേട്ടോ. അതായത് നമുക്ക് മനസ്സിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇയാളെ ഇങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട്, സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിൽ ഇമാജിൻ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ എയ്ഡൻ എന്ന് പറയുന്ന ഈ ഒരു റേഡിയോ സിനിമ. കിടിലമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. വലിയ സംഭവമൊന്നുമല്ല, ഒരു 40 മിനിറ്റ് താഴെയുള്ള ഒരു കുഞ്ഞ് ഷോർട്ട് ഫിലിം സ്റ്റഫാണ്. പക്ഷേ പുതിയൊരു രീതിയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. സോ കണ്ടു നോക്കുക. ക്ലബ് എഫ്എമ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ പടം അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ഇതിൻ്റെ ലിങ്ക് കൂടി ഇടാം. എയ്ഡൻ മോഹൻലാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിനിമ കിട്ടും. കണ്ടു നോക്കുക. രസകരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസ് അറ്റംപ്റ്റ് പ്രിയരാജ്. ഇനിയും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാവട്ടെ. നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കേട്ടിരുന്ന് നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ തരത്തിലുള്ള ചെറിയ കഥകളൊക്കെ നമുക്ക് ഈ രീതിയിലും സിനിമയാക്കാവുന്നതാണ്. നല്ലൊരു അറ്റംപ്റ്റാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള അറ്റംപ്റ്റ്. കിടിലം. കണ്ടു നോക്കുക.